നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. പുതിയ കളക്ഷൻസ് മൾട്ടി കളറായിട്ട് വന്നിട്ടും ഒരേ സെയിം കളർ ടോണും ഒക്കെ വന്നിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സുകളും അടിപൊളി കളക്ഷൻസാണ്. ഇത് നെറ്റിൽ വന്നിട്ട് മൾട്ടി കളർ ത്രെഡ് വർക്ക്, ആ ഒരു പഴയ ട്രെൻഡ് വീണ്ടും തിരികെ വരുന്ന ചെറിയ കളേഴ്സുകളാണിത്. ചെറിയ പൂവിൻ്റെ ചെറിയ പൂവുകളും ചെറിയ ഇലയും ഒരു ചെറിയ സീക്വൻസ് എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇത് ചെറിയ ക്രോപ്പ് ടോപ്പായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. താഴേക്ക് വേണമെങ്കിൽ പലാസോ ഇതിൽ ഏതെങ്കിലും കളർ ചെയ്യാം, ജാക്കറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറും ചെറിയൊരു ഡാർക്കും കൂടെ ചേർന്ന് വന്നിട്ട് ഇത് ബേസ് മെറ്റീരിയൽ നെറ്റാണ്. ഇത് പെർ മീറ്റർ 1150 ആണ് പെർ മീറ്റർ വരുന്നത്. നെക്സ്റ്റ് ഒരു ബേസ് കളർ വരുന്ന നല്ലൊരു ചിക്കു കളറ്, അതിലോട്ട് മൾട്ടി വന്നിട്ട് പൗഡർ പിങ്ക്, ബ്ലൂ ഷെയ്ഡ്, ഒരു ഡസ്റ്റി പീച്ച് കളറ്, ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒറ്റയ്ക്ക് എടുത്തോ മോനെ, അത് നല്ലത്. ഇങ്ങനെ ചരിച്ചിട്ടെ അപ്പം അതിനൊരു ഇത് വീണ്ടും ഒരു പൗഡർ ബ്ലൂ കളർ ടോൺ, ലൈറ്റ് ലാവൻഡർ, പിങ്ക്, അങ്ങനെ വന്നിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. 44 ഇഞ്ച് വീതിയാണ് വരണേ. അതോടൊപ്പം തന്നെ ഇതിലോട്ട് വർക്ക് വരുന്നത് 36 ഇഞ്ച് വീതിയിലായിരിക്കും വർക്ക് വരണേ. ഇത് നമുക്ക് 5.5 മീറ്റർ എടുത്തിട്ട് സാരി ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പം അന്നേരം കുത്തുന്ന പോർഷനിലേക്ക് എക്സ്ട്രാ നെറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസിലി അത് ക്യാരി ചെയ്യാം. ഇത് മൾട്ടി കളർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല റാണി കളറ്, ഡസ്റ്റ് പിങ്ക്, പീച്ച് എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ല ഡിസൈനും വർക്കുകളും. ഈ വർക്കും ഇങ്ങനെ നല്ല പതിഞ്ഞ് വന്നിട്ടുള്ള നല്ല വർക്കാണ്. നെക്സ്റ്റ് പെർ മീറ്റർ 595 നെറ്റിലാണ്. ഒരു നല്ല പിങ്ക് ഷെയ്ഡിലേക്ക് ചെറിയ തിക്കായിട്ടാണ് വർക്ക് വരണേ. തിക്കായിട്ട് വന്നിട്ട് നമുക്ക് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അതുപോലെ 5.5 മീറ്റർ എടുത്തിട്ട് സാരി ആയിട്ട് സെറ്റ് ചെയ്യാം. ബ്രൈഡൽസിനൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് പോകുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ്. നെക്സ്റ്റ് അതിൻ്റെ പൗഡർ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു ബേബി ഗ്രീൻ, ഏറ്റവും ലൈറ്റായിട്ടുള്ളൊരു കളർ ടോണാണ്. സെയിം പ്രൈസ് 595. ഇത് നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് 2 സൈഡും സ്കാലോപ്പ് വന്നിട്ട് സാരിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള റണ്ണിങ് മെറ്റീരിയൽ. ഇതാ 2 സൈഡും സ്കാലോപ്പാണ്. ഒരു വെറൈറ്റി ഗ്രീൻ കളറ്. ഇത് നമ്മൾ സാറ്റിനിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഒട്ടും നിഴലടിക്കാത്ത രീതിയിൽ ബ്ലൗസ് സെറ്റ് ചെയ്യുമ്പോഴും ആ എക്സാക്റ്റ് സെയിം നമുക്ക് ആ ഒരു സാറ്റിനും കൂടെ സെറ്റ് ചെയ്ത് ലൈനിങ് കൊടുക്കണം. ഒരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ നമുക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്യാം. പ്ലീറ്റ് ഇട്ട്, കാരണം ഇതിപ്പോൾ ഈ ബോർഡറിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വരുമ്പോഴേക്കും അധികം നിഴലടിക്കാത്ത രീതിയിൽ സാരി സെറ്റ് ചെയ്യാം. നല്ലൊരു ലിറിൽ ഗ്രീൻ, അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കളർ ടോൺ. ഇത് പെർ മീറ്റർ 345. അടിപൊളി. സെയിം ത്രെഡ് തന്നെ വന്നപ്പോഴേക്കും നല്ലൊരു ഭംഗിയുള്ള കളേഴ്സുകൾ. ഇതതിൻ്റെ ഹാപ്പി ബ്ലൂ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം പ്രീമിയം ഫാബ്രിക്കിൽ എടുത്തിട്ട് നമുക്കൊരു ചുരിദാർ സെറ്റ് ചെയ്തിട്ട് ടോപ്പും ബോട്ടും ഒരേ കളർ പോയിട്ട്
ഇതിൻ്റെ വർക്കുകൾ എടുത്ത് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാം. ഇത് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് നല്ല ബ്രൈഡൽ കോൺസെപ്റ്റിലേക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു സാറ്റിൻ തന്നെ ലൈനിങ് കൊടുത്തിട്ട് നല്ലൊരു ബ്ലഷ് പിങ്ക് ആ ഒരു ഇഞ്ച് വീതിയുണ്ട്. 44 ഇഞ്ച് വീതിയും ഓൺ വർക്ക് തന്നെയാണ്. 2 സൈഡ് സ്കാലോപ്പ് ഡയറക്റ്റ് സാരി ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ ബ്രൈഡൽ ഒരു കളക്ഷനിൽ നല്ല ഒരു ബ്ലഷ് പിങ്കിൻ്റെയൊക്കെ. ഇതൊരു ക്യാരറ്റ് പീച്ച് കളറ്. ഇതിപ്പോൾ ഒരു റിസപ്ഷൻ മൂഡിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഇനി 5.5 മീറ്റർ എടുത്തിട്ട് സാരി ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അനാർക്കലി ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം ആ ഒരു കിലോമീറ്റർ വൈസിലാണ് വർക്ക് വരണേ. ടോപ്പായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. സ്കേർട്ടും ടോപ്പും ഇതാ ഇതൊരു മൗ കളറ്. ഇതൊരു ടർക്കോഷ് ബ്ലൂ, ആ ഒരു ഗ്രീൻ ബ്ലൂ ആണ്. അതെ അതെ ബ്ലൂ. നല്ല ടഫാണ് കളറ്, നല്ല വെറൈറ്റി കളറാണ്. ഒരു ചെറിയ ഗ്രേയും കൂടെ മിക്സായി വരുന്നുണ്ട് ഓൺ ത്രെഡ് വരുമ്പോഴേക്കും. ഇത് പൗഡർ പിങ്ക്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതും സാരി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ബ്രൈഡൽ കോൺസെപ്റ്റിൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഡ്രേപ്പിംഗ് ടൈപ്പിലേക്ക് സിനനോ ജോർജറ്റോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇത് വീണ്ടും ഇപ്പോൾ കാണിച്ച കളറിൻ്റെ കുറച്ച് ഡാർക്കായിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് നല്ല ബഡ്ജറ്റ് റേഞ്ചാണ് കേട്ടോ. പെർ മീറ്റർ 345. വർക്കിനനുസരിച്ചും ആ വർക്കിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചുമാണ് പ്രൈസിൽ വേരിയേഷൻ വരുന്നത്. ഇനി നമ്മളുടെ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് കാണിക്കാം. ക്രിസ്മസ് എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും എവർ ഹിറ്റായിട്ട് നമുക്ക് പോകുന്ന കോട്ടൺ മെറ്റീരിയലിൽ വർക്ക് വന്നിട്ടുള്ള കളക്ഷനാണ്. ഇത് ഖാദി കോട്ടൺ മെറ്റീരിയലാണ്. റണ്ണിങ് മെറ്റീരിയൽ ഖാദി കോട്ടൺ. ഇപ്പോൾ ടോപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഇതാ പേസ്റ്റൽ കളേഴ്സുകളാണ് വർക്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിങ്ക്, ഗ്രീൻ, പീച്ച് അങ്ങനെയൊക്കെ വന്നിട്ട് നല്ല ഖാദി കോട്ടൺ മെറ്റീരിയൽ. വാഷബിളാണ്. പെർ മീറ്റർ വരുന്നത് 420 പെർ മീറ്റർ. ഇതൊക്കെ നമ്മളുടെ ഡിസൈനർ സെക്ഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പുതിയ കളക്ഷൻസാണ്. ഇത് വരുമ്പോഴേക്കും ഖാദി കോട്ടണിലേക്ക് ഒരു ഹൽദി യെല്ലോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു കളർ. എല്ലാം പേസ്റ്റൽ, ആ ഒരു ആർക്കും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോബർ കളേഴ്സുകളാണ്. ഇതാ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ടാൻ ബ്രൗൺ ആ ഒരു കളർ ടോൺ. ഇത് ഡയബിളാണ്. ഈ മെറ്റീരിയൽ ശരിക്കും ആ ഖാദിയിൽ വരുന്ന ഡയബിളായിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി എന്തെങ്കിലും കേസിൽ നിങ്ങൾക്ക് ഡൈ ചെയ്യണമെങ്കിലും സെറ്റ് ചെയ്യാം. 420 ആണ് പെർ മീറ്റർ വരണേ. ഇതാ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസിൻ്റെയൊക്കെ നല്ലൊരു ഭംഗിയാണ്. ത്രെഡ് വർക്ക്, നല്ല പേസ്റ്റൽ കളറ്. ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ടോപ്പും ബോട്ടവും സെയിം തന്നെ സൈഡ് സ്ലിറ്റൊക്കെ ഇട്ട് ഒരു ലൂസ് ഫിറ്റിലൊക്കെ അടിച്ചിട്ട് ട്രാവലിംഗ് ടൈമിൽ ഒക്കെ നമുക്ക് ഒരു കുർത്തയായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. കുട്ടികളുടെ ചെറിയ ബേബി ഫ്രോക്കായിട്ട് സെറ്റ് ചെയ്യാം. എന്തിനേയും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ യോക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു ഗ്രീൻ ഡസ്റ്റി ഒരു ഒലീവ് ഗ്രീൻ ആ ഒരു കളർ കോംബോ ആണ് ത്രെഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രെഡായിട്ട് പെർ മീറ്റർ 420.
അതിൻ്റെ കളർ ചേഞ്ച്, ഒരു ചെറിയ യെല്ലോ, ആ ഒരു ടാൻ ബ്രൗൺ, ആ ഒരു കളർ കോമ്പിനേഷൻ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കാം. വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇതാ ഇതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ ഹെവി ആയിട്ട്, കുറച്ച് നല്ല എടുത്ത് കാണുന്ന തരത്തിലും കൂടെ ഹൈലൈറ്റഡ് ആണ്. ആ ഒരു ക്രിസ്മസ് വൈബ് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ്. പെർ മീറ്റർ 470. നല്ല മൽക്കോട്ടനാണ് കേട്ടോ. ആദ്യം കാണിച്ച ഖാദി കോട്ടൺ, ഇതൊരു ചെറിയ മൽക്കോട്ടൺ ഫീലാണ്, സോഫ്റ്റാണ്. ഇതാ വീണ്ടും ഗ്രീനും റെഡും. ഇത് 585 ആണ് പെർ മീറ്റർ വരണേ. കിലോമീറ്റർ വൈസിലാണ് വർക്ക് വരണേ. ഓൾ ഓവർ സ്ട്രൈപ്സ് ആണ് പാറ്റേൺ വരുന്നത്. ഇതാ മൾട്ടി കളർ, ഇതിലിപ്പം ഒരു പിങ്ക് ലീഫ് ഡിസൈൻ, അങ്ങനെ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് അല്ലേ, ഇതൊരു ഗ്രേ കളർന്ന്, ഒരു എലഫൻറ്റ് ഗ്രേ, ആ ഒരു കളർ ടോൺ കയറി വന്നിട്ടുള്ളൊരു റണ്ണിങ് മെറ്റീരിയൽ. ഇത് വീണ്ടും നമ്മളുടെ 820 ഫുൾ ഒരു പേസ്ലി മോട്ടീഫൊക്കെ വന്നിട്ട് ചിക്കൻ കാരി പോലെ വന്ന മെറ്റീരിയൽസാണ്. ഇത് പേസ്ലി മോട്ടീഫ് തിക്കാണ്. വർക്കിൻ്റെ കണ്ടൻറ്റ് കൂടുതലാവുമ്പോൾ അതിനനുസരിച്ച് പ്രൈസും വേരിയേഷൻ വരും. ഇത് നല്ല മൽക്കോട്ടൺ ഫാബ്രിക്കാണ്. ഇത് 180 മറ്റേ നെറ്റ് കോട്ടയിൽ വന്നിട്ട് നമ്മൾ ക്രിസ്മസ് പക്ക വൈബ് റെഡ് വർക്ക് വരുന്നു. ഇത് 450 ജോർജറ്റിൽ നല്ല പനി റെഡും വൈറ്റും. ഇത് അക്കോബ ഡയബിളാണ്, 270 പെർ മീറ്റർ. ചെറിയ ഡിസൈനാണ്. ഇതാ ചെറിയ ചെറിയ അക്കോബയിൽ വന്നിട്ടുള്ള ഡിസൈൻ. ഇത് തിക്കാണ് വർക്ക് വരണേ. ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇത് 470, ഇത് 325. ഇതാ ഇത് ഫ്ലോറൽ ഡിസൈൻ, കട്ട് വർക്ക്. ഇത് കുറച്ച് കട്ട് വർക്ക് കൂടുതൽ, 420, 350, 325. ഇത് 280, 270. അപ്പം അങ്ങനെ 3 റേഞ്ചിൻ്റെ അക്കോബ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. നിറയെ പുതിയ മെറ്റീരിയൽസാണ്. എല്ലാവരും ക്രിസ്മസ് വൈബും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസാണ്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇതിൻ്റെ പിക്സ് വാട്സപ്പിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.